ഹിജാബ്, ഈ ഒരു വാക്ക് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളക്കരയിൽ കാര്യമായ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതര രാജ്യങ്ങളിൽ നടന്ന ചർച്ചകൾ പിന്നീട് അത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്കും ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമീപ സംസ്ഥാനമായ കർണാടകത്തിലും വന്നു. ഖേദകരമെന്ന് പറയട്ടെ, അതേ വിഷയം, അതേ ലേബലിൽ, അതേ വാദങ്ങളുമായി നമ്മുടെ കേരളക്കരയിലും തുടങ്ങിയിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം കടന്നു വരുമ്പോൾ ഹിജാബ് എന്ന വിഷയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നറിയാത്ത ഒരു സമൂഹത്തെയാണ് ഈ ഉമ്മത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതര വിഭാഗങ്ങളെക്കുറിച്ചല്ല, മറിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഏതൊരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ വിഷയം ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു? നമ്മുടെ മുൻഗാമികളുടെ ജീവിതം എന്തായിരുന്നു? ഇത് കൃത്യമായി അറിയൽ ഓരോ മുസ്ലിമിനും വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം തന്നെ നിങ്ങൾക്കറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള കൊച്ചി പ്രദേശത്ത് പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെയുള്ള ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സ്കൂൾ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം, മുടി മറച്ചുകൊണ്ട് തട്ടം ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് വന്നപ്പോൾ നിരന്തരമായി ആ കുട്ടിയെ അതിനെ എതിർക്കുകയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും പുറത്തു നിർത്തുകയും ഒക്കെ ചെയ്ത അവസ്ഥ 1-2 ദിവസമല്ല, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം പിന്നീടാണ് ചർച്ചയാകുന്നതും സമൂഹത്തിൽ വലിയ ഒരു ഭിന്നിപ്പിന്റെ സ്വരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ഇങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ മതേതരത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നും ഭരണഘടന അനുസരിച്ചുകൊണ്ട് മാത്രമാണ് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകുക എന്നും വാദിക്കുന്നവരിൽ പോലും ചില അപക്വമായ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ കേരളക്കര നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന ആളുകളും, വലിയ ഒരു ശതമാനം ആളുകളും ആ കുട്ടിയുടെ പക്ഷത്ത് നിൽക്കുകയും തട്ടം ധരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണെന്നും അതൊരു അവകാശമാണെന്നും മൗലികാവകാശങ്ങളിൽ പെട്ടതാണെന്നും വാദിക്കുകയും ആ കുട്ടിയുടെ കൂടെ നിൽക്കുകയുമാണ് വലിയ ഒരു വിഭാഗം ചെയ്തത്. എന്നാൽ മറ്റു ചില ആളുകൾ ഇതൊരു അവസരമായി കാണുകയും മുസ്ലിമിനെയും ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളെയും വർഗീയമായി കൊണ്ട് ചേർതിരിവ് അല്ലെങ്കിൽ വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടു. ഇനി വേറെ ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാലോ, അവര് പറയുന്ന ന്യായങ്ങൾ, ഒരു സ്കൂൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തീരുമാനം. അതിനപ്പുറത്തേക്ക് സർക്കാർ പറഞ്ഞാലും ശരി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാര് പറഞ്ഞാലും ശരി, അതൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന ബാലിശമായ ചില വാക്കുകളുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. ഇനി വേറെ ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാലോ, അവർ പറയുന്ന വാചകമാണ് ഏറെ രസകരമായതും എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഉമ്മത്ത് ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുമായ ഒരു കാര്യം. ചില ആളുകൾ പറയാണ്, ഹിജാബിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമൊന്നുമില്ല, ഹിജാബ് അത്ര ഗൗരവമുള്ള വിഷയമൊന്നുമല്ല, അങ്ങനെ ഹിജാബിന് സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ 5 ഹിജാബ് എണ്ണിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന വിവരമില്ലാത്ത ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വിവിധ കോണുകളിലൂടെ, വിവിധ ആംഗിളുകളിലൂടെ ഈ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉമ്മത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കി. നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ഉമ്മത്തിനെ നമ്മൾ പരിശോധിച്ചാൽ ഉമ്മത്തിലെ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ, മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരുടെ അഭിപ്രായം,
അതിൽ ചില ആളുകൾ പറയുന്നു ഹിജാബ് അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല, ഹിജാബ് അത്ര ഗൗരവമുള്ള വിഷയമൊന്നുമല്ല, അത് വേണ്ടവരിട്ടോട്ടെ, ഇടണില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതത്ര വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമൊന്നുമല്ല, നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ അത്ര പ്രാധാന്യമൊന്നും ഹിജാബിന് ഇസ്ലാമിലില്ല. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. വേറെ ചില ആളുകളാകട്ടെ ഹിജാബ് ധരിക്കാനും ധരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ചോയ്സ് ഇട്ട് കൊടുക്കണം, വേണ്ടവർക്ക് ധരിക്കാം. ഇനി ധരിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അത് നരകത്ത് പോണ കാര്യോ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യോ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിക്ക് കോട്ടം തട്ടുന്ന കാര്യമോ ഒന്നുമല്ല. അത് വേണമെങ്കിൽ ധരിക്കുക, ഇനി ധരിച്ചില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇനി വേറെ ചില ആളുകളാവട്ടെ അവർ പറയുന്ന വാദം തല മറച്ചാൽ മതി. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നുള്ള അർത്ഥമാണ്, അതുകൊണ്ട് തല മറച്ചാൽ മതി, വേറൊന്നും ധരിക്കണം അല്ലെങ്കിൽ വേറൊന്നും മറക്കണമെന്നില്ല. വെറും ഒരു മുടി മറക്കുക എന്നത് മാത്രമാണ് ഹിജാബ് എന്ന് തെറ്റിദ്ധരിച്ച വലിയ ഒരു വിഭാഗം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകൾ അത് ഔറത്താണെന്ന് അറിയാത്തവരല്ല, അവരുടെ മാറ് ഔറത്താണെന്ന് അറിയാത്തവരല്ല, അവരുടെ വയറ് ഔറത്താണെന്ന് അറിയാത്തവരല്ല. എങ്കിലും തല മറച്ചാൽ മതി, അതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അത് മാത്രം പബ്ലിക്കിൽ സംസാരിക്കുന്ന ആളുകൾ. ഇനി വേറെ ചില ആളുകളാകട്ടോ അവര് ഹിജാബാകട്ടെ പർദ്ദയാവട്ടെ അതൊക്കെ വേണം, അത് പള്ളിക്ക് വരുന്ന സമയത്ത് പർദ്ദ മതി, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പർദ്ദ മതി, അതുമല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ മതി, കല്യാണത്തിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും സൗന്ദര്യമുണ്ടാക്കുന്ന അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്ന വസ്ത്രം ധരിച്ചാൽ മതി, ടൂറ് പോകുന്ന സമയത്ത് അത്തരത്തിൽ ശരീരത്തിനെ കാണിക്കുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. പ്രിയപ്പെട്ടവരെ, എത്രയോ തവണ നമ്മൾ ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും അതിൽ ഇസ്ലാമിനൊരു മറുപടി ഉണ്ട്. അഥവാ ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിമാണോ ആ മുസ്ലിമിന് ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ടല്ല തീരുമാനിക്കുക. ഏതെങ്കിലും ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അത് റീലുകളാക്കിക്കൊണ്ട് അതാണ് ഇസ്ലാമിന്റെ അഭിപ്രായം എന്ന് പറയലല്ല. ഏതെങ്കിലും ആളുകൾ അവരുടെ ഏതെങ്കിലും കഥകളിൽ ഇസ്ലാമിനെ കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ അഭിപ്രായം എന്നല്ല, മറിച്ച് ഇസ്ലാം ദീനുള്ളയാണ്, അള്ളാന്റെ മതമാണ് എങ്കിൽ അള്ള പറയും. ഹിജാബിന്റെ വിഷയമാണെങ്കിലും മറ്റേതൊരു കാര്യമാണെങ്കിലും അള്ള പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ നിയമം എന്നുള്ളത്. ഇന്നത്തെ ഖുതുബയിൽ പ്രധാനമായും എന്താണ് ഹിജാബിന്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ വിഷയം ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽപ്പെട്ട നിർബന്ധമായ ഒരു കാര്യമാണ്. നിർബന്ധമായ കാര്യം, ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില ആളുകൾ വാദിക്കുന്നു ഇസ്ലാം കാര്യത്തിൽ എവിടെയും ഹിജാബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇസ്ലാം കാര്യത്തിൽ എവിടെയും ആ 5 എണ്ണം എണ്ണുന്ന സമയത്ത് ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണി പറയുന്നിടത്ത് ഹിജാബിന്റെ പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ഹിജാബിന് സ്ഥാനമില്ല, അത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ പറയും മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ എണ്ണിയിട്ടില്ല. അയൽവാസികളെ പരിഗണിക്കണമെന്ന് ഇസ്ലാമിൽ എണ്ണിയിട്ടില്ല. മദ്യപാനം പാടില്ല എന്ന് ഇസ്ലാം കാര്യത്തിലില്ല. അതുകൊണ്ട് അതെല്ലാം ഇസ്ലാമിൽ അനുവദനീയമാണെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളുടെ അഭിപ്രായം. എങ്കിൽ അത്തരത്തിലുള്ള ആളുകളും ഇതിനെ തെറ്റിദ്ധരിച്ച ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അയാൾ പൊന്നാനിയിൽ പോകുക എന്നുള്ളതല്ല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയല. അത് നാവ് കൊണ്ട് പറയണമെങ്കിൽ ഹൃദയത്തിൽ അത് അങ്ങേയറ്റം ഉണ്ടാവണം. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ആളുകൾ അല്ലാഹു എന്തു പറഞ്ഞാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും സമിഅനാ വ അതഅനാ, ഞാനത് കേട്ടു, ഞാൻ അനുസരിച്ചു.
എന്ത് കൽപ്പിച്ചാലും അനുസരിക്കാമെന്ന്. എങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, വഖുൽ, നബിയെ നിങ്ങൾ പറയണം, ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോട് നിങ്ങൾ പറയണം, യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ വേണ്ടി നിങ്ങൾ പറയണേ, വയഹ്ഫുദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കാനും പറയണേ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നിങ്ങൾ പറയണേ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിടത്തിലൂടെ അവർ താഴ്ത്തിയിടട്ടെ. എത്ര കൃത്യമാണ് ഖുർആനിന്റെ ആയത്ത്! ഇത് ഖുർആനില്ല എന്ന് പറയാൻ കഴിയോ? ഈ ആയത്തിലൂടെ അല്ലാഹ് പറയാണ്, സത്യവിശ്വാസിനികളോട് പറയണം, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ അവരുടെ ശിരോവസ്ത്രങ്ങൾ, ഖിമാർ എന്ന ശിരോവസ്ത്രത്തിന് പറയാ. ഇവിടെ ഖിമാറും ഹിജാബൊന്നും അറിയാത്ത ആളുകളാ പലരും. ഹിജാബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മറയല. ഹിജാബ് മറ എന്നർത്ഥം. രണ്ട് ഭാഗങ്ങൾക്കിടയിലുള്ള ഈ ഒരു മറക്ക് ഹിജാബ് എന്ന് പറയും ഭാഷാപരമായി കൊണ്ട്. എങ്കിൽ പൂർണ്ണമായി ഒരു പെണ്ണിനെ മറക്കലാണ് ഹിജാബെങ്കിൽ, ഖിമാർ എന്ന് പറഞ്ഞാലാണ് തട്ടം എന്ന് പറയുന്നത്. ആ ഖിമാറിന്റെ വിഷയമാണ് ഇവിടെ പറയുന്നത്. ബിഖുമിരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ. ഖുർആനിന്റെ ഈ ആയത്തിനെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാ സ്വീകരിച്ചതെന്നറിയോ? ഈ ആയത്ത് അവതരിക്കുമ്പോ മദീന പള്ളിയിൽ അൻസാരി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ അൻസാരി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവരിലേക്ക് അവതരിച്ചപ്പോ അഖദ്ന ബുറൂതഹുന്ന വശഖഖന മിൻ ഖിബലിൽ ഹവാശി ഫഖ്തമർന ബിഹാ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അരയുടുപ്പുകൾ അതല്ലെങ്കിൽ അവരുടെ മറ്റുള്ള വസ്ത്രങ്ങൾ അതെടുത്തുകൊണ്ട് അവർ ഖിമാർ പോലെ വെച്ച് അവർ അവരുടെ പൂർണ്ണമായി മറക്കുന്ന രൂപത്തിലായിക്കൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അടുത്ത പെരുന്നാളാവട്ടെ, എന്നിട്ട് പർദ്ദ ധരിക്കാം, എന്നിട്ട് പർദ്ദ വാങ്ങാം, കല്യാണം കഴിയട്ടെ, എന്നിട്ട് പർദ്ദ വാങ്ങാം എന്നല്ല പറഞ്ഞേ. അതിനൊരു കാലം വെച്ചില്ല. ആയത്തിറങ്ങിയോ അവരത് സ്വീകരിച്ചു. ആയത്ത് വന്നു, അള്ളാന്റെ ആയത്താണ്, അല്ല പറയാണ്. എങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി രണ്ടാമത്തെ വിഷയം, വസ്ത്രം ധരിക്കുക എന്നാൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നഗ്നത മറക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ, അല്ലയോ ആദമിൻ സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കാനുതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു. അവിടെ രണ്ട് കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞത്. ഒന്ന്, അവന്റെ ഗോപ്യസ്ഥാനങ്ങൾ ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. പിന്നതോ അലങ്കാരവുമാണ്. രണ്ടും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് വസ്ത്രധാരണത്തിലൂടെ. അതിൽ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നോ പലപ്പോഴും ഔറത്ത് മറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ മാത്രമാണ് പല ആളുകളുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറഞ്ഞ ഖിമാർ അല്ല, ഹിജാബ് ധരിക്കുക എന്നുള്ളതാണ്. വെറും തട്ടം മാത്രം ഇങ്ങനെ ചുറ്റലല്ല, എന്നിട്ട് ശരീരത്തിന്റെ കഴുത്ത് കാണിക്കുന്ന, മാറ് കാണിക്കുന്ന അവസ്ഥ, വയറ് കാണിക്കുന്ന അവസ്ഥ, കാല് കാണിക്കുന്ന അവസ്ഥ, ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇതെല്ലാം മറക്കുന്ന രൂപത്തിലായിരിക്കണം, എല്ലാം മറക്കുന്ന രൂപത്തിലായിരിക്കണം. എത്രത്തോളം എന്നാൽ ഈ വിഷയത്തിൽ നമുക്കൊരു ചരിത്രം കാണാൻ കഴിയുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ എന്ന് പറയുന്ന കുട്ടി കടന്നു വരികയാണ്. ഹഫ്സ ബിൻത്ത് അബീബക്കർ അല്ല, ഹഫ്സ ബിൻത്ത് അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാന്റെ മകൾ ഹഫ്സ. അഥവാ ഈ ഹഫ്സക്ക് അമ്മായിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്, അമ്മായിയുടെ വീട്ടിലേക്ക് കുട്ടി വന്നു. ആ കുട്ടി ധരിച്ചിട്ടുള്ള വസ്ത്രം കുറച്ച് നേരിയ ഒരു തട്ടമായിരുന്നു. ഉള്ളു കാണുന്ന രൂപത്തിലുള്ള ഒരു നേരിയ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അത് തട്ടത്തിന്റെ കാര്യം, വസ്ത്രമല്ല, ഉടുപ്പിന്റെ വിഷയമല്ല, തട്ടത്തിന്റെ കാര്യം. അത് കണ്ടതും ആയിഷ റളിയല്ലാഹു അൻഹ അവരെ വിളിച്ചു. എന്നിട്ട് ആ തട്ടം പിടിച്ചു വാങ്ങി.
എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന കനമുള്ള കട്ടിയുള്ള ഒരു വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, പെണ്ണ് ധരിക്കേണ്ടത് ഇതാണ്, പെണ്ണ് ധരിക്കേണ്ടത് ഇതാണ്. സഹോദരിമാര് ശ്രദ്ധിച്ചോ, ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ വിഷയം, ഈ ഹിജാബിന്റെ വിഷയം കടന്നു വരുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനോടും പ്രവാചകന്റെ ഭാര്യമാരുടെ കാര്യത്തിലും പ്രവാചകന്റെ മക്കളുടെ കാര്യത്തിലും സത്യവിശ്വാസിനികളായിട്ടുള്ളവരുടെ കാര്യത്തിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രവാചകനോട് പറയാൻ വേണ്ടി പറയാം. എന്താണ് ആയത്തെന്നറിയോ? വഖുൽ യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഖുൽ ലി അസ്വാജിക്, ഖുൽ നിങ്ങൾ പറയണം, ലി അസ്വാജിക നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, വബനാതിക നിങ്ങളുടെ മക്കളോട് പറയണം, പെൺമക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീൻ, വനിസാഇൽ മുഅ്മിനീൻ. ആ ആയത്തിന്റെ അർത്ഥം എന്താ? ആ വാചകത്തിന്റെ അർത്ഥം വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട്. ഈ വാചകം കേൾക്കുന്ന എല്ലാ വിശ്വാസിനികളും മനസ്സിലാക്കിക്കോ, വനിസാഇൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുഅ്മിനാണെന്ന് അവകാശപ്പെടുന്ന ഏതൊരു പെണ്ണിനോടാ പറയുന്നത്. അതല്ല ഓൾക്ക് തോന്നിയ പോലെ ജീവിക്കണമെന്നാണോ? എന്നാൽ അവൾ മുഅ്മിനാണെന്ന് അവകാശപ്പെടണ്ട, അവൾ തോന്നിയ പോലെ ജീവിച്ചോട്ടെ, അവൾക്ക് ധരിക്കാനുള്ളതൊക്കെ ധരിച്ചോട്ടെ. ഇനി ഒന്നും ധരിക്കുന്നില്ല, അത് അവളുടെ ഇഷ്ടം. പക്ഷേ മുസ്ലിമാണോ എങ്കിൽ ഇവിടെ അള്ളാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിന്റെ ഭാര്യമാരോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളോടൊപ്പം സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയാണ്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ വേണ്ടി പറയണം. അത് താഴ്ത്തിയിടണം എന്നാ പറഞ്ഞു. എത്ര ഗൗരവമുണ്ട് ഈ ആയത്തിന്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹ് പറയാ, ഖുർആന്റെ ആയത്താ പറയണത്. ഈ ആയത്ത് ഇത്ര ഗൗരവമുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മറ്റൊരാളും കാണരുത് എന്ന കണിശത നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ്. അവർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ള സമയത്ത് ഞാൻ പലപ്പോഴും അതിലേക്ക് ഇങ്ങനെ കയറും ഇറങ്ങും. ആ റൂമിലേക്ക് ഞാൻ കയറാറുണ്ട്, ഇറങ്ങാറുണ്ട്. പിന്നീട് അവരുടെ വാപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോഴും ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങാറുണ്ട്. പക്ഷേ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്നമാ ഹുവ സൗജി വ അബി. അതിൻ്റെ ഒക്കെ കാരണം എന്താ? അതൊന്നിൻ്റെ വാപ്പയാണ്, മറ്റൊന്ന് എൻ്റെ ഭർത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ വാപ്പയുമാണ്. എന്നാൽ ഫലമ്മാ ദുഫിന ഉമറു മഅഹും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കിയതിനു ശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എത്രത്തോളം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ടോ അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിരുന്നു. എന്റെ വസ്ത്രം പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ, എന്റെ ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ ഞാൻ അങ്ങോട്ട് കയറാറില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമറിന്റെ മുന്നിൽ എങ്ങനെയാണോ നിന്നിരുന്നത് അതുപോലെ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാം, മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കാണുന്നില്ലല്ലോ, ഒരു കാണൂല. പക്ഷേ ഒരു അന്യ പുരുഷന്റെ അടുത്തേക്ക് പോകുമ്പോൾ മുസ്ലിം പെണ്ണിനോട് പറയുന്ന കാര്യമാണ് പറയണത്. അവിടെ അങ്ങനെ കൊഞ്ചിക്കൊടഞ്ഞിരിക്കുക എന്നുള്ളതല്ല, എന്തും സംസാരിക്കുക എന്നുള്ളതല്ല, ആടിക്കൊടഞ്ഞ് സംസാരിക്കലല്ല, മറിച്ച് അവിടെ ചില നിബന്ധനകളാണ് ഇസ്ലാം വെക്കുന്നത്. ഈ ആയത്തിന്റെ അതിന്റെ ബാക്കി ഭാഗം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. എന്തിനാണ് ഇത്രത്തോളം ഗൗരവം ഈ വിഷയത്തിലുള്ളത്? ചില ആളുകൾ പറഞ്ഞതുപോലെ, ചില ആളുകൾ വാദിക്കുന്നത് പോലെ, കളിയാക്കുന്നത് പോലെ, ഈ കറുത്ത ചാക്കിന്റെ ഉള്ളിലിരുന്നാൽ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് എന്നാണ് അവർക്ക് പറയാനുള്ളതെങ്കിൽ, ആ സ്വാതന്ത്ര്യം വിലവെക്കുന്നത് ആരാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്തിനാണ് ഈ തരത്തിലുള്ള വേഷങ്ങൾ ധരിക്കുന്നത്? ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅ്ദൈൻ. നിങ്ങൾ തിരിച്ചറിയപ്പെടാനും തിരിച്ചറിയപ്പെട്ട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഏറ്റവും നല്ലത് നിങ്ങൾ ഇങ്ങനെ മറച്ചു നടക്കലാണ്. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ വാക്ക്. ഇന്ന് പല ആളുകളും
അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണുള്ളത്. എത്രത്തോളം എന്നാൽ സോഷ്യൽ മീഡിയകളാവട്ടെ, ഇനി പുറമെ നടക്കുന്ന നടത്തങ്ങളാവട്ടെ, എല്ലാം ഒരു പെണ്ണിന്റെ സൗന്ദര്യം അത് വിറ്റ് കാശാക്കുന്നവരാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ്, ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നത് ഏതാ? നമ്മൾ വിചാരിക്കും കള്ള് കച്ചവടമോ അല്ലെങ്കിൽ MDMA കച്ചവടമൊക്കെയാണെന്ന്. അല്ല, കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പെണ്ണുങ്ങൾ അവരുടെ ശരീരം എത്രത്തോളം മറ്റുള്ളവരെ കാണിക്കാനായിക്കൊണ്ട് ചായം പൂശുന്നുണ്ടോ അതനുസരിച്ചുകൊണ്ടാ. എത്ര പണമാണ് അതിന് വേണ്ടി ചെലവഴിക്കുന്നത്. അവിടെയാണ് ഇസ്ലാം പറയുന്നത് അത് പാടില്ല. സ്വാഭാവികമായിട്ടും ഇസ്ലാമിനോട് ഇത് വിറ്റ് നടക്കുന്ന ആളുകൾക്ക് ദേഷ്യം ഉണ്ടാവൂലേ? കള്ള് കച്ചവടം നടത്തുക എന്നുള്ളതും കള്ള് കുടിക്കുക എന്നുള്ളതും തെറ്റാണെന്ന് പറയുമ്പോൾ അത് കച്ചവടം നടത്തി ലാഭമുണ്ടാക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകും. പലിശ തെറ്റാണെന്ന് പറയുമ്പോൾ പലിശ നടത്തുന്ന ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകും. അതുപോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം അവൾ കാണിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശന വസ്തുവായി നിൽക്കാൻ പാടില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു സോപ്പിന്റെ കച്ചവടം നടക്കണമെങ്കിൽ സ്ത്രീയുടെ ശരീരം അവിടെ കാണിക്കണം. ഏത് കാര്യത്തിലും, അതൊരു വാഹനമാവട്ടെ മറ്റെന്തുമാവട്ടെ, ഒരു സൂചി മുതൽ അങ്ങോട്ട് വലുത് എന്ത് തന്നെയാണെങ്കിലും ശരി, അവിടെ കച്ചവടം നടക്കണോ, പരസ്യങ്ങൾ നടത്തണമെങ്കിൽ അവിടെ സ്ത്രീകളുടെ ശരീരം കാണിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാം പറയുന്നത് സ്ത്രീ ഒരു വിൽപ്പന ചരക്കല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാര് മറ്റുള്ളവന്റെ കാഴ്ചക്ക് സുഖം പകരുന്ന ഒരവസ്ഥയിലേക്ക് പുറത്തു നടക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് ഇസ്ലാം ഇത്ര ഗൗരവത്തോടു കൂടി പറയുമ്പോൾ അത് ഇസ്ലാമിനോട് സ്വാഭാവികമായിട്ടും ഒരു വിരോധമുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇനി നിങ്ങൾക്കറിയുമോ, ഈ ആയത്തിറങ്ങാൻ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയും, അള്ളാഹിന്റെ റസൂലേ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഒരു പ്രത്യേകത കൊടുക്കണം. അവർ പരമാവധി എല്ലാം മറച്ച് നടക്കട്ടെ. ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരോട് പറയണം. ഉമർ റളിയല്ലാഹു അൻഹു പല തവണ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യം പറയണമെങ്കിൽ അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ദീനിലൊരു കാര്യം ചെയ്യാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പെട്ട ആളാണ് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ. സൗദ ബീവി നല്ല തടിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർ ഒരു ദിവസം രാത്രി സമയത്ത് അവർ പലപ്പോഴും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുക, വിസർജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുക ഇരുട്ടിന്റെ മറവിലാണ്. നമ്മുടെ ഇന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിട്ട് തങ്ങളുടെ ആവശ്യം നിറവേറ്റിയിട്ടാ വരിക. അങ്ങനെ അവരുടെ ആവശ്യം നിറവേറ്റി ഇങ്ങനെ വരികയാണ്. വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. ഉമറിനെ കണ്ടതും സൗദ റളിയല്ലാഹു അൻഹ വേഗത്തിൽ നടന്നു. ആ കാഴ്ച കണ്ടതും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഖദ് അറഫ്തുക യാ സൗദ. സൗദ, എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ പ്രവാചകന്റെ ഭാര്യയല്ലേ എന്ന നിലക്കുള്ള ചില പദങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. ഹദീസിൽ കാണുവാൻ സാധിക്കും, അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. സൗദ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിലേക്ക് പോകാതെ നേരെ നബിന്റെ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് സൗദ റളിയല്ലാഹു അൻഹ പുറത്തു വന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഉമർ എന്നെ വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഉമർ എന്നോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? കുറച്ച് ഗൗരവമുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അന്വേഷിച്ചു. സൗദ റളിയല്ലാഹു അൻഹ കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പ്രവാചകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതേ സമയത്ത് തന്നെ ഖുർആനിന്റെ ആയത്തിറങ്ങി, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. ആയത്തുണ്ടിറങ്ങി, പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടും പെൺമക്കളോടൊക്കെ പറയണം, അവർ അവരുടെ വസ്ത്രങ്ങൾ മൂടണം എന്നുള്ളത് തന്നെയാണ്. അത് മുഴുവനായിട്ട് താഴ്ത്തിയിടണം എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കാൻ പാടില്ല. ഈ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയും ചെയ്തു. ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ മുന്നിലും ഒരു പെണ്ണ്
അവളുടെ മുഖം കാണിക്കാനോ അല്ലെങ്കിൽ അവള് സാധാരണ വേഷം ധരിക്കാനോ പാടില്ല എന്നാണോ? അല്ല. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, ലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന വലാ അബ്നാഇഹിന്ന വലാ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ അഖ്വാതിഹിന്ന വലാ നിസാഇഹിന്ന വലാ മാ മലക്കത്ത് ഐമാനുഹുന്ന. കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പെണ്ണിന് കുറ്റകരമല്ല അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സാധാരണ ഒരു വേഷം ധരിച്ചു, അവളുടെ കൈകൾ കണ്ടു, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ അവളുടെ മകന്റെ അടുത്ത്, അവളുടെ സഹോദരന്റെ അടുക്കൽ, അവളുടെ സഹോദരന്റെ മകന്റെ അടുക്കൽ, അവളുടെ സഹോദരിയുടെ മകന്റെ അടുക്കൽ, അതല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങളുടെ മുന്നിലായിരിക്കുന്ന സമയത്ത്, പെണ്ണുങ്ങൾ മാത്രമുള്ള സമയത്ത്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ അന്യപുരുഷനാണെങ്കിൽ അത് അയൽവാസി അന്യപുരുഷൻ തന്നെയാണ്, ഓട്ടോക്കാരൻ അന്യപുരുഷൻ തന്നെയാണ്, പച്ചക്കറി വിൽക്കുന്നവൻ അന്യപുരുഷൻ തന്നെയാണ്, ഗ്യാസിന്റെ ആള് അന്യപുരുഷൻ തന്നെയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇതൊക്കെ നിസാരവൽക്കരിക്കുന്ന ഒരു ലോകത്തായി നമ്മളുടെ ഓരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരല്ലേ, ഓരോ മുന്നിലൊക്കെ ഇപ്പം ഇത് മറക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ഖുർആനിന്റെ ആയത്താണ് ഞാൻ ഓതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 55-ാമത്തെ ആയത്ത്. ഇത്ര ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ സ്വർഗം ലഭിക്കണമെങ്കിൽ, സ്വർഗം ആഗ്രഹിക്കുന്നവർ സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്, അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഔറത്തിന്റെ വിഷയമാണ്. ഔറത്ത്, നഗ്നത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് സ്വർഗം കിട്ടാനുള്ള ഒരു നിബന്ധന. ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു താബി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാഗട്ടെ സ്വഹാബിയാണ്. ആ സമയത്ത് ഒരു പെണ്ണിങ്ങനെ നടന്നുപോയി. ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് വെച്ചു. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ കാണിച്ചെന്നെ. അപ്പോൾ പറഞ്ഞു, ദാ ആ പോകുന്ന ആ ഒരു കറുത്ത പെണ്ണില്ലേ, ആ പെണ്ണാണത്. എന്നിട്ട് പറയാണ്, ഒരു ദിവസം അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ അപസ്മാരം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ബോധം കെട്ട് വീടുന്നുണ്ട്. എൻ്റെ വസ്ത്രമൊക്കെ മാറി എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. ഇതാ പെണ്ണ് വന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവളോട് പറയാണ്, ഇൻ ശിഅതി സബർതി വലകിൽ ജന്ന വ ഇൻ ശിഅതി ദഅവതുല്ലാഹ് അൻ യുആഫിക, നീ ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നിനക്ക് സ്വർഗം കിട്ടും, നീ ക്ഷമിക്കുകയാണെങ്കിൽ. അതല്ല, നിനക്ക് ആവശ്യമുണ്ടോ, നിന്റെ ഈ അസുഖങ്ങളൊക്കെ മാറണമെന്നുണ്ടോ, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉടനെ ആ പെണ്ണ് പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ ക്ഷമിക്കുകയാണ്. പക്ഷേ ഇന്നി അതകശഫു ഫദുല്ലാഹ് അല്ല അതകശഫ്, ഒരു കാര്യം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീടുന്ന സമയത്ത്, എൻ്റെ ഈ അസുഖം കാരണത്താൽ ബോധം കെട്ട് വീടുമ്പോൾ എൻ്റെ കൈകാലിട്ടടിക്കുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, എൻ്റെ നഗ്നത മറ്റുള്ളവർ കാണും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. എത്ര കൃത്യമാണ് ആ വാക്ക്. അവർക്ക് ബോധമില്ലാത്ത സമയത്താണ് പറയുന്നത്. ബോധമില്ലാത്ത സമയത്ത് പോലും ഔറത്ത് വെളിവാകുക എന്നുള്ളത് അവർക്ക് പേടിയാണ്. അള്ളാഹിന്റെ മുന്നിൽ ഞാൻ എന്ത് മറുപടി പറയും? അവിടെയാണ് ഇന്നത്തെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു. ശരീരത്തിന്റെ ഭാഗം, സഹോദരിമാരെ ശ്രദ്ധിച്ചോ, ഇതിലുള്ള ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചോ. നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ പെൺമക്കളുടെ വിഷയത്തിൽ, നമ്മുടെ സഹോദരിമാരുടെ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ അവളുടെ ശരീരം വേറെ ഒരാളും കാണുന്നില്ല, കണ്ടാസ്വദിക്കുന്നില്ല എന്ന്? ആ തരത്തിൽ അവരുടെ വേഷം മൂടപ്പെട്ടിട്ടാണ് നടക്കുന്നത് എന്ന് അത് മിനിമം ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമ്മൾ റെഡി ആയിട്ടുണ്ടോ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു സ്വർഗ സ്ത്രീയായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെയൊക്കെ സ്വർഗം കിട്ടണമെന്ന്, അല്ലേ? പെണ്ണുങ്ങളുടെ നേതാവാണ്, സ്ത്രീകളുടെ സ്വർഗത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ എത്രത്തോളം സൂക്ഷ്മത കാണിച്ചിരുന്നു എന്നറിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയും അസ്മാ ബിൻതു ഉമൈസും വളരെ കൂട്ടുകാരികളായിരുന്നു, വളരെ ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലിയുടെ ജ്യേഷ്ഠനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ ബിൻതു ഉമൈസ്. ഇവർ രണ്ടുപേരും നല്ല ബന്ധമായിരുന്നു. അസ്മാ ബിൻതു ഉമൈസ് ആവട്ടെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അബ്സീനയിലേക്ക് പോയിട്ടുണ്ട്.
ഈ അബ്സീനയിൽ പോയിട്ടുണ്ടായ ചില സംഭവങ്ങൾ അസ്മാ ബിൻത് ഉമൈസ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കണം. കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അവിടുത്തെ മയ്യത്തുകൾ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ സ്ത്രീകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈത്തപ്പനയുടെ ഓലങ്ങനെ മറച്ചു വെക്കാറുണ്ട്. ആ മയ്യത്തിന്റെ മുകളിലായി അതിന്റെ മേലെ തട്ടാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വെക്കാറുണ്ട്. ഇത് അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതമായി. അതെന്താ അങ്ങനെ എന്തിനാ ചെയ്യേണ്ട ആവശ്യം? അപ്പം അവർ പറഞ്ഞു, ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളെ കുളിപ്പിച്ച് അവൾക്ക് വസ്ത്രം ധരിപ്പിച്ചാലും ശരി, ഒരു പക്ഷേ മയ്യത്ത് ഇങ്ങനെ ഉയർത്തി വെക്കുന്നത് കൊണ്ട് ഉയർത്തിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ബാക്കിലുള്ള ആളുകൾക്ക് അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണാൻ കഴിയും. അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആർച്ച് പോലെ മറച്ചു വെക്കുന്നത്. അന്ന് തുറന്ന രൂപത്തിലാണ് മയ്യത്ത് കൊണ്ടുപോകുക. ഈ വാക്ക് കേട്ടതും ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്ന ഞാനിതാ ഒരു വസിയ്യത്ത് നൽകുന്നു. എൻ്റെ ഒരു വസിയ്യത്തുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ എൻ്റെ മയ്യത്തിൻ്റെ മുകളിൽ ഒരു ആർച്ച് പോലെ ഒരു മറയുണ്ടായിരിക്കണം. എൻ്റെ മയ്യത്തും ഒരാളും കാണരുത്. സുബ്ഹാനല്ലാഹ്. ഒരു വാചകം കേട്ടോ, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ മയ്യത്ത് ആര് കണ്ടാലെന്താ? അതിന് കുറ്റമൊന്നുമില്ല, മയ്യത്തിന് കുറ്റമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ ശരീരം ആരും കാണരുത്. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒപ്പം സ്വർഗത്തിലെത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഹോദരിമാരെ ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഒരു കല്യാണം വന്നാൽ നമ്മുടെ വസ്ത്രധാരണമൊക്കെ മാറുക, ഒരു പെരുന്നാൾ വന്നാൽ വസ്ത്രധാരണം മാറുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താ? അവരുടെ കൂടെ സ്വർഗത്തിലെത്തുന്നു. ഉണ്ടാവുമോ? ഹിജാബിൻ്റെ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യമാണ്, എൻ്റെ വേഷം, എൻ്റെ ഭാര്യൻ്റെ വേഷം, എൻ്റെ മകളുടെ വേഷം, എൻ്റെ ഉമ്മയുടെ വേഷം അത് ഇസ്ലാമികമാണോ? ഈ വിഷയത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ ഏതൊരു നിലപാടിലാണ് എന്ന് സ്വയം പരിശോധിക്കുകയും, മുസ്ലിമാണെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നിലപാടുകളിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജാബിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ചെറിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ആളുകൾ നരകത്തിലെത്തും, ആ ഒരു സംശയം പല ആളുകൾക്കുണ്ടാവാം. എന്നാൽ അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറയാണ്, നബി അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവരുണ്ട്. അതിൽ ഒരു വിഭാഗം സ്ത്രീകളാണ്, നിസാഉൻ, പെണ്ണുങ്ങളാണ്, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ മറക്കാൻ പറഞ്ഞതൊന്നും മറച്ചിട്ടില്ല. അങ്ങനത്തെ ആളുകൾ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ, അവരിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കും. അതല്ലെങ്കിൽ പുരുഷനെ വശീകരിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ ഒന്നുകൂടി പറഞ്ഞു, റുഊസഉന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള തലയായിരിക്കും അവൾക്കുണ്ടാകുക. മുടിയൊക്കെ കെട്ടിക്കൊണ്ടോ അല്ലാതെയോ ആയിരിക്കാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്ത് കടക്കൂല. വലാ യജിദിന റീഹഹ, റീഹ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. സ്വർഗത്തിന്റെ കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സുഗന്ധം പോലും കിട്ടൂല അവർക്ക്. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടെന്ന. ഇത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങളോട് മാത്രമല്ല ഇസ്ലാം പറയുന്നത്, പുരുഷനോടും ചില നിബന്ധനകളുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. മാ അസ്ഫല മിനൽ കഅബൈൻ മിനൽ ഇസാരി ഫഫിന്നാർ, വസ്ത്രത്തിൽ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് നരകത്തിലാണ്. ഞാനിത് പറയുമ്പോൾ പല നിലക്കുള്ള ആളുകളുണ്ടാവും, അതിൽ പല ചിന്തകളായിരിക്കും. കുറച്ചും കണ്ട് താഴേക്കുണ്ട് ഇറങ്ങുമ്പോഴേക്ക് നരകത്ത് പോയി. എന്താ ഈ പറയണേ? ഇത് എൻ്റെ വാക്കാണെങ്കിൽ നിങ്ങൾ കൂടി വാക്കാം.
ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. അവിടെ നിബന്ധന ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യവും അള്ളാഹും റസൂലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട് എന്നാണെങ്കിൽ ആയിക്കോട്ടെ, നീ നിന്റെ ഇഷ്ടവുമായിട്ട് ജീവിച്ചോ. പക്ഷേ മുസ്ലിമാണെന്ന് അവകാശപ്പെടണ്ട. മുസ്ലിമാണോ? കീഴൊതുങ്ങിയവനാണ്. അള്ളാഹ്ക്കും റസൂലിനും കീഴൊതുങ്ങിയവനാവണം. അവിടെ നമ്മുടെ പെരുമാറ്റം ഇസ്ലാമികമാവണം, നമ്മുടെ വസ്ത്രം ഇസ്ലാമികമാവണം, നമ്മുടെ ആരാധനകൾ ഇസ്ലാമികമാവണം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ ദീനിൽ? ഇല്ല. വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ആയിരിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നെരിയാണിക്ക് താഴെ ധരിച്ചത് കൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ എന്ത് നേട്ടാ കിട്ടാനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്. ഇതിങ്ങനെ പറയുമ്പോൾ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക്, ഇതിനെ കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക്, ആ പാൻറ്റുകളെ കളിയാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ സ്വയം ആലോചിക്കുക. നെരിയാണിക്ക് താഴെ ഒന്ന് വസ്ത്രം ഇറക്കി എന്നതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടാണ്ട്? എന്തെങ്കിലും ഒരു നേട്ടം? ഒന്നുമില്ല. എന്നാൽ നഷ്ടം ഒരുപാടുണ്ട് പരലോകത്ത്. പരലോകത്ത് നഷ്ടം. അവർ നരകത്തിലാണെന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, മൂന്നാളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആ മൂന്ന് പേരോടും സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കിഹിം, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമോ അല്ലാഹുവിന്റെ പരിഗണനയോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ മൂന്നാളുകൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അബൂദുർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാബു വഖസിറു മൻഹും യാ റസൂലല്ലാഹ്, അവര് നഷ്ടത്തിലാണ്. അവർ എല്ലാ അർത്ഥത്തിലും നഷ്ടക്കാരാണ്. എല്ലാം നഷ്ടപ്പെട്ട, ആ നഷ്ടം സംഭവിച്ച ആളുകൾ ആരാണ്? ഈ ചോദ്യം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, അൽ മുസ്ബിൽ. ഒന്നാമത്തെ കാര്യത, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക. അങ്ങനത്തെ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷന്റെ വേഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ കണങ്കാലിൽ നിന്ന് കുറച്ച് പകുതി വരെ പോകാം. അവൻ്റെ മുട്ടിൻ്റെ താഴേക്ക് ഇങ്ങനെ പോയി നെരിയാണിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രൂപം. ഇനി കുറച്ചും കൂടി വേണോ എങ്കിൽ ആ നെരിയാണി വരെ, അതിൻ്റെ താഴേക്ക് ഇറങ്ങിയാൽ അത് പ്രശ്നമാണ്. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉറച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോഴേക്ക് നരകം കിട്ടുമോ എന്നാണെങ്കിൽ നരകം കിട്ടും. കാരണം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോടാണ് നമ്മൾ അവഗണന കാണിക്കുന്നത്. നമുക്കതുകൊണ്ട് ഒരു നേട്ടമില്ലെങ്കിൽ, നഷ്ടങ്ങൾ മാത്രമാണ് പരലോകത്തിന് ഉള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രധാരണം കൂടി ആ വിഷയത്തിലൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമികമായിട്ട് പാടില്ലാത്ത കാര്യമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും സൂചിപ്പിച്ചു വന്നത്, ഹിജാബിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ചില നിലപാടുകളുണ്ട്. ഹിജാബ് എന്താണ് എന്നും അതെങ്ങനെ ധരിക്കണമെന്നും അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നും അതങ്ങനെ തോന്നിയ രൂപത്തിൽ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല എന്നും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നുമെല്ലാം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ കുടുംബത്തെ കൂടി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. ഒരു കൽപ്പന കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക എന്നല്ല, ഘട്ടം ഘട്ടമായിക്കൊണ്ട് അവർക്കും അത് ബോധ്യപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.